എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ പൂക്കളൊക്കെ എന്തിനാണിങ്ങനെ ഇത്ര ഭംഗിയില് നല്ല നിറത്തിലും മണത്തിലുമൊക്കെ വിരിഞ്ഞു നിൽക്കുന്നതെന്ന്? അതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും കുറച്ചുകൂടി നാടകീയമാണ്. വാ, നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ പറഞ്ഞതിലാണ് കേട്ടോ കാര്യം. അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതലും. സസ്യങ്ങൾക്ക് വലിയൊരു പ്രതിസന്ധിയുണ്ടായിരുന്നു. അതിനൊരു കിടിലൻ പരിഹാരമായാണ് ഈ പൂക്കളുണ്ടായത്. നമ്മളെ സന്തോഷിപ്പിക്കുക എന്നതിനേക്കാൾ എത്രയോ വലുതാണ് അവയുടെ യഥാർത്ഥ ലക്ഷ്യം. ഒന്നാലോചിച്ച് നോക്കിക്കേ, സസ്യങ്ങളുടെ ഒരു കാര്യം. അവയ്ക്ക് വംശം നിലനിർത്തണം, അടുത്ത തലമുറയെ ഉണ്ടാക്കണം. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? ഒരിഞ്ച് അനങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഒരു ഇണയെ കണ്ടെത്തും, അല്ലേ? ആ പ്രശ്നത്തിനാണ് പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ഒരു ഉത്തരം വന്നത്: പൂക്കൾ. അവ വെറും ഭംഗിയുള്ള ഇതളുകളല്ല, ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സൂപ്പർ പ്ലാറ്റ്ഫോമാണ്. പ്രത്യുൽപാദന കോശങ്ങളെ ഉണ്ടാക്കാനും അവയെ തമ്മിൽ ഒരുമിപ്പിക്കാൻ പുറത്തുനിന്ന് സഹായം തേടാനുമുള്ള ഒരു ഗ്രൻവേദി. അപ്പോ ഈ നാടകത്തിലെ പ്രധാന കളിക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം, അല്ലേ? ആദ്യം നമുക്ക് പുരുഷ വിഭാഗത്തിൽ നിന്ന് തുടങ്ങാം. ഈ പരാഗി, അതായത് ആന്തർ, ഒരു ഫാക്ടറി പോലെയാണെന്ന് വിചാരിച്ചോ. അതിന് ഒറ്റ ജോലിയേ ഉള്ളൂ: ലക്ഷക്കണക്കിന് പരാഗരേണുക്കളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. അതായത് പുരുഷ ബീജങ്ങളെ വഹിക്കുന്ന ആ കുഞ്ഞൻ തരികളെ. ലക്ഷക്കണക്കിന് പരാഗരേണുക്കളെ ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സിന് ഒരു പേരുണ്ട്: മൈക്രോസ്പോറോജെനസിസ്. പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, സംഭവം സിമ്പിളാണ്. സസ്യം അതിന്റെ സന്ദേശവാഹകരെ, അതായത് മെസ്സഞ്ചേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാജിക്കാണെന്ന് കൂടിക്കൂ. ഓക്കെ, ഇനി നമുക്ക് സ്ത്രീഭാഗത്തേക്ക് വരാം. ജനിതണ്ട് അല്ലെങ്കിൽ പിസ്റ്റലുണ്ട് ഹൃദയഭാഗത്ത്, അണ്ഡാശയത്തിനുള്ളിൽ. അവിടെ അണ്ഡങ്ങൾ വളരെ സുരക്ഷിതമായിട്ടിരിപ്പുണ്ട്, ബീജസങ്കലനത്തിനായി കാത്തിരിക്കുന്ന ഒരു അമൂല്യമായ നിധി പോലെ. ഈ അണ്ഡമുണ്ടാക്കുന്ന പ്രക്രിയയ്ക്കും ഒരു പേരുണ്ട്: മെഗാസ്പോറോജെനിസിസ്. ഇവിടെ സസ്യം അതിന്റെ ലക്ഷ്യം, ആ ടാർഗറ്റ് തയ്യാറാക്കി വയ്ക്കുകയാണ്. അനങ്ങാതെ സുരക്ഷിതമായി തനിക്കായുള്ള ആ മെസ്സഞ്ചർ വരാനായി കാത്തിരിക്കുന്ന ടാർഗറ്റ്. അപ്പൊ ശരി, നമ്മുടെ കളിക്കാരൊക്കെ റെഡിയാണ്. പുരുഷബീജം ഒരിടത്ത്, സ്ത്രീബീജം മറ്റൊരിടത്ത്. ഇനി ഇവരെ ഒരുമിപ്പിക്കണം. അതാണ് അടുത്ത വലിയ വെല്ലുവിളി. അതെ, അതാണ് ചോദ്യം. എങ്ങനെയാണ് ഈ ദൂരം മറികടക്കുക? അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: പരാഗണം, അല്ലെങ്കിൽ പോളിനേഷൻ. ഈ ദൂരം താണ്ടാൻ ചെടികൾ പല തന്ത്രങ്ങളും ഉപയോഗിക്കും. ചിലപ്പോൾ ഒരേ പൂവിനുള്ളിൽ തന്നെ കാര്യം നടക്കും. അതിന് നമ്മൾ ഓട്ടോഗാമി എന്ന് പറയും. ചിലപ്പോൾ ഒരേ ചെടിയിലെ വേറൊരു പൂവിലേക്ക് പോകും. അതാണ് ഗീറ്റനോഗാമി. പക്ഷേ ഏറ്റവും നല്ലത് വേറൊരു ചെടിയിലേക്ക് തന്നെ പരാഗരേണുവിനെ എത്തിക്കുന്ന സീനോഗാമിയാണ്. ഈ പരാഗരേണുക്കളെ ലക്ഷ്യത്തിലെത്തിക്കാൻ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്ന്, കാറ്റിനെയും വെള്ളത്തെയും ആശ്രയിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലോട്ടറി എടുക്കുന്ന പോലെയാ. കോടിക്കണക്കിന് പരാഗരേണുക്കൾ വെറുതെ പാഴായിപ്പോവും. ഇനി രണ്ടാമത്തെ വഴിയുണ്ട്: തേനീച്ച, പക്ഷികൾ, അങ്ങനെയുള്ള ജീവികളെ കൂട്ടിമുടിക്കുക. അവർക്ക് പ്രതിഫലമായി നല്ല തേനും കൊടുക്കും, പകരം അവരെ കൃത്യമായി പരാഗണം നടത്തിക്കൊടുക്കും. ഇതൊരു സൂപ്പർ പ്ലാനല്ലേ? അങ്ങനെ നമ്മുടെ കഥ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. പരാഗരേണു അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. പക്ഷേ ഏറ്റവും നിർണായകമായ, ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് ഇനിയാണ്. ഈ നടക്കുന്ന സംഭവം ശരിക്കും ഒരു മൈക്രോസ്കോപ്പിക് ഗൈഡഡ് മിസൈലിന്റെ പ്രവർത്തനം പോലെയാണ്. സ്റ്റിഗ്മ, അതായത് പരാഗണസ്ഥലം, കറക്റ്റ് പരാഗരേണുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ പരാഗരേണു താഴേക്കൊരു ട്യൂബ് വളർത്താൻ തുടങ്ങും. പിന്നെ കെമിക്കൽ സിഗ്നലുകൾ നോക്കി നോക്കി കൃത്യമായി അണ്ഡത്തിലേക്കൊരു പോക്കാണ്. അതിസൂക്ഷ്മമായ, ലക്ഷ്യം തെറ്റാത്ത ഒരു യാത്ര. ഇതാണ് പ്രകൃതിയുടെ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം. ആ ട്യൂബിലൂടെ വന്ന 2 പുരുഷബീജങ്ങളുണ്ടല്ലോ, അതിൽ ഒന്ന് അണ്ഡവുമായി ചേർന്ന് കുഞ്ഞുചെടിയായി മാറുന്ന സൈഗോട്ടുണ്ടാക്കും. രണ്ടാമത്തേത് എന്താ ചെയ്യുകയെന്നറിയാമോ? ആ കുഞ്ഞിന് വളരാൻ വേണ്ടിയുള്ള ഭക്ഷണം, അതായത് എൻഡോസ്പേം ഉണ്ടാക്കും. അതായത് ഒരേ സമയം കുഞ്ഞും ആ കുഞ്ഞിനുള്ള ലഞ്ച് ബോക്സും റെഡിയാക്കുന്നു. എന്തൊരു ബ്രില്യൻ്റ് ഐഡിയ അല്ലേ? അങ്ങനെ ഈ മഹത്തായ പ്രത്യുൽപാദന കഥയുടെ അവസാന രംഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ബീജസങ്കലനം കഴിഞ്ഞ പൂവ് പുതിയ വിത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു കവചമായി മാറുന്ന നിമിഷം. ബീജസങ്കലനം കഴിഞ്ഞാൽ പിന്നെ ആ പൂവ് അതിന്റെ ദൗത്യം പൂർത്തിയാക്കി പതിയെ അരങ്ങൊഴിയും, ഒരു പുതിയ ജീവിതത്തിന് വഴിയൊരുക്കിക്കൊണ്ട്. അതിലെ ഓരോ ഭാഗങ്ങളും പുതിയൊരു രൂപത്തിലേക്ക് മാറും. അതായത് അണ്ഡം ഒരു വിത്തായിട്ട് മാറും. അപ്പോ ആ വിത്തിനെ സംരക്ഷിച്ചിരുന്ന അണ്ഡാശയം എന്തു ചെയ്യും? അത് വലുതായി പാകമായി നമ്മൾ കഴിക്കുന്ന പഴമായിട്ട് മാറും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന പഴമെന്ന് പറയുന്നത് ആ വിത്തിനെ സംരക്ഷിക്കാനും അതിനെ ദൂരേക്കെത്തിക്കാനുമുള്ള പ്രകൃതിയുടെ ഒരു സൂപ്പർ ഐഡിയ ആണ്. എന്നാൽ ഒരു കാര്യമുണ്ട്: എല്ലാ പഴങ്ങളും ഒരുപോലെ അല്ല കേട്ടോ. മാങ്ങ, പേരയ്ക്ക ഒക്കെ അണ്ഡാശയത്തിൽ നിന്നും മാത്രമുണ്ടാകുന്ന യഥാർത്ഥ ഫലങ്ങളാണ്.
അതായത് ട്രൂ ഫ്രൂട്ട്സ്. പക്ഷേ ആപ്പിൾ, സ്ട്രോബെറി, കശുമാങ്ങിയൊക്കെ നോക്കിയാൽ അത് അണ്ഡാശയത്തിന്റെ കൂടെ പൂവിന്റെ മറ്റു ഭാഗങ്ങളും കൂടി ചേർന്നാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവയെ നമ്മൾ കപടഫലങ്ങൾ അല്ലെങ്കിൽ ഫോൾസ് ഫ്രൂട്ട്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇനി അടുത്ത തവണ നിങ്ങളൊരു ആപ്പിളോ മാങ്ങയോ കഴിക്കുമ്പോൾ അതിനെ വെറുമൊരു സ്നാക്കായിട്ട് കാണുമോ, അതോ ഒരു ചെടിയുടെ അതിജീവനത്തിന്റെയും പ്രത്യുൽപാദനത്തിന്റെയും ആ വലിയ കഥയിലെ വിജയകരമായ അവസാന അധ്യായമായിട്ട് കാണുമോ?